എല്ലാ വ്യൂവേഴ്സിനെയും വീണ്ടും മലമ്പുഴ ഗവൺമെൻറ് ഐ.ടി.ഐയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് പാർട്ട് 7 പ്രസൻറ്റേഷനുമായാണ്. ഈ പ്രസൻറ്റേഷനിലൂടെ ഫ്രീക്വൻസി മീറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രസൻറ്റേഷൻ കാണുന്നവരിൽ ആരെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഗവൺമെൻറ് ഐ.ടി.ഐ മലമ്പുഴ ഒഫീഷ്യൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും ശ്രമിക്കുക. ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ക്ലാസ്സുകളുടെ പ്രസൻറ്റേഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. ഇന്നത്തെ ഈ പ്രസൻറ്റേഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമുക്ക് ഈ പ്രസൻറ്റേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, state the types of frequency meters. Second one, describe the principle, construction and working of a mechanical resonance or vibrating reed type frequency meter. Third one, describe the construction and working principle of an electrical resonance type frequency meter. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പ്രസൻറ്റേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. Now we can move to the first objective of this presentation. ഫ്രീക്വൻസി മീറ്ററിന്റെ ടൈപ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഫണ്ടമെന്റൽസ് ഓഫ് എ സി സപ്ലൈ എന്ന ചാപ്റ്ററിലെ ജനറേഷൻ ഓഫ് സൈൻ വേവ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിന്റെ യൂണിറ്റ് എന്താണെന്നും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കറിയാം, ഫ്രീക്വൻസിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്നാണ്. അതായത് ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് സൈക്കിൾസിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ചേർന്നതാണെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടാതെ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ സൈക്കിൾ പെർ സെക്കൻഡ് ആണെന്നും കൂടാതെ നമ്മുടെ രാജ്യത്തെ എ സി സപ്ലൈയുടെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെന്നും ഫ്രീക്വൻസി അളക്കാനായി ഫ്രീക്വൻസി മീറ്റർ ആണ് ഉപയോഗിക്കുക എന്നും നമ്മൾ പഠിച്ചായിരുന്നു. അതായത് ഫ്രീക്വൻസി മീറ്റർ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് സപ്ലൈയുടെ ഫ്രീക്വൻസി അളക്കാനായി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇനി നമുക്ക് ഫ്രീക്വൻസി മീറ്റർ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. ടോട്ടലി വി ഹാവ് 7 ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി മീറ്റേഴ്സ്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. സെക്കൻഡ് വൺ, ഇലക്ട്രിക്കൽ റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. തേർഡ് വൺ, ഇലക്ട്രോ ഡൈനാമിക് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. ഫോർത്ത് വൺ, ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. ഫിഫ്ത്ത് വൺ, വെസ്റ്റേൺ ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. സിക്സ്ത് വൺ, റേഷ്യോമീറ്റർ ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. സെവൻത് വൺ, സാച്ചുറബിൾ കോർ ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. These are the types of frequency meters. ഇതിൽ മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പിനെ കുറിച്ചും ഇലക്ട്രിക്കൽ റെസൊണൻസ് ടൈപ്പിനെ കുറിച്ചുമാണ് ഈ പ്രസന്റേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുക. അടുത്തതായി നമുക്ക് മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പ് അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിനെ കുറിച്ച് പഠിക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ ആണ്. ഒരു പക്ഷേ നിങ്ങളുടെ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ ലാബിലോ ഈ ഒരു ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ആദ്യമായി നമുക്ക് മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിന്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. നാച്ചുറൽ ഫ്രീക്വൻസിയെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ലോകത്തിലെ ഓരോ ഒബ്ജക്റ്റിനും അതിന്റെ വെയിറ്റിനും ഡയമെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റ്, അതായത് നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ള ഒബ്ജക്റ്റ് നമ്മൾ ഒരു വൈബ്രേറ്റിംഗ് മീഡിയത്തിലേക്ക് വെച്ചാൽ വൈബ്രേറ്റിംഗ് മീഡിയത്തിന്റെ ഫ്രീക്വൻസി ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി അറ്റൈൻ ചെയ്താൽ നമ്മൾ പ്ലേസ് ചെയ്ത ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത്തരത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ വൈബ്രേഷൻസ് കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ചിലപ്പോൾ പൂർണ്ണമായും നശിച്ചു പോകും. ഈ ഒരു കാര്യത്തിന് ഉദാഹരണമായി നമുക്ക് പറയാവുന്നത്
ഒരു എയർക്രാഫ്റ്റ് വളരെ താഴ്ന്നു പറക്കുന്ന അവസരത്തിൽ നമ്മുടെ വീടിന്റെയോ അല്ലെങ്കിൽ മറ്റു ബിൽഡിങ്ങുകളുടെയോ ജനൽ ഗ്ലാസുകൾ വൈബ്രേറ്റ് ചെയ്ത് പൊട്ടിപ്പോകുന്നത് ചില അവസരങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇത്തരത്തിൽ നാച്ചുറൽ ഫ്രീക്വൻസിയെ അടിസ്ഥാനമാക്കിയാണ് വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ചിത്രത്തിൽ കാണിച്ച പോലെ ഈ ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിന്റെ മുൻവശത്തായി അറേഞ്ച് ചെയ്തിരിക്കുന്ന മെറ്റാലിക് റീഡ്സും ഉണ്ട്. മെറ്റാലിക് റീഡിന്റെ ഒരു എൻഡ് ഇലക്ട്രോമാഗ്നറ്റിന്റെ ബേസിലേക്ക് ഫിറ്റ് ചെയ്യുകയും മറ്റേ എൻഡിൽ, അതായത് ഓവർഹാങ്ങിങ് എൻഡിൽ, ഒരു വെയിറ്റും ഫ്ലാഗും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. റീഡ്സിന്റെ ഓവർഹാങ്ങിങ് എൻഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫ്ലാഗിൽ വൈറ്റ് പെയിന്റ് അടിച്ചതായി നമുക്ക് കാണാം. ഇത്തരത്തിൽ വൈറ്റ് പെയിന്റ് അടിക്കുന്നത് മൂലം ഓരോ റീഡിന്റെയും വൈബ്രേഷൻ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഫിഗർ 3യിൽ നിന്നും ഫ്രീക്വൻസി മീറ്ററിൽ ഉപയോഗിക്കുന്ന മെറ്റാലിക് റീഡിന്റെ ഷേപ്പ് മനസ്സിലാക്കുക. ഓരോ റീഡിനും 4 mm വീതിയും 0.5 mm തിക്നെസ്സും ഉണ്ടാകും. റീഡുകൾ ഒരു വരിയായാണ് ഇലക്ട്രോമാഗ്നറ്റിന് മുന്നിൽ ഫിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വരിയായി ഫിറ്റ് ചെയ്ത റീഡുകളുടെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ 0.5 ഹെർട്സിന്റെ വ്യത്യാസം ഉണ്ടാകും. ഈ വ്യത്യാസം, അതായത് 0.5 ഹെർട്സിന്റെ വ്യത്യാസം, റീഡുകളിൽ അറ്റാച്ച് ചെയ്ത വെയിറ്റുകളിൽ വ്യത്യാസം വരുത്തിയാണ് സാധ്യമാക്കുന്നത്. അസെൻഡിങ് ഓർഡറിലാണ് ഇത്തരത്തിലുള്ള മെറ്റാലിക് റീഡുകൾ അറേഞ്ച് ചെയ്യുന്നത്. കൂടാതെ മധ്യഭാഗത്തായി വരുന്ന റീഡിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി സപ്ലൈ ഫ്രീക്വൻസി ആയ 50 ഹെർട്സിന് തുല്യമായി വരുന്ന രീതിയിലാണ് സാധാരണയായി ഈ ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററുകളിൽ റീഡുകൾ അറേഞ്ച് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഒരു വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിന്റെ നിർമ്മാണവുമായി പ്രധാനമായും മനസ്സിലാക്കാനുള്ളത്. അടുത്തതായി നമുക്ക് വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രീക്വൻസി മീറ്റർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റിലെ ഇലക്ട്രോമാഗ്നറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ മാഗ്നറ്റിക് ഫ്ലക്സ് സപ്ലൈ ഫ്രീക്വൻസിക്ക് ആനുപാതികമായി ആൾട്ടർനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സിൽ വെച്ചിരിക്കുന്ന മെറ്റാലിക് റീഡുകളിൽ ഏതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആണോ ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫ്രീക്വൻസിയുമായി കോയിൻസൈഡ് ചെയ്യുന്നത്, ആ മെറ്റാലിക് റീഡ് മറ്റ് മെറ്റാലിക് റീഡുകളെക്കാളും കൂടുതലായി വൈബ്രേറ്റ് ചെയ്യുകയും സപ്ലൈ ഫ്രീക്വൻസി എത്രയാണെന്ന് കൂടുതലായി വൈബ്രേറ്റ് ചെയ്യുന്ന റീഡിന്റെ ഫ്ലാഗിന്റെ വൈബ്രേഷനിലൂടെ ഇൻസ്ട്രുമെന്റിന്റെ സ്കെയിലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. ഫിഗർ നമ്പർ 4bയിൽ കാണുന്ന പോലെ മാക്സിമം വൈബ്രേറ്റ് ചെയ്യുന്ന റീഡിന്റെ സമീപത്തുള്ള റീഡുകളും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവയുടെ വൈബ്രേറ്റിംഗ് മാഗ്നിറ്റ്യൂഡ് സപ്ലൈ ഫ്രീക്വൻസിയുമായി കോയിൻസൈഡ് ചെയ്തു വരുന്ന മെറ്റാലിക് റീഡിന്റെ വൈബ്രേറ്റിംഗ് മാഗ്നിറ്റ്യൂഡിനേക്കാൾ കുറവായിരിക്കും. ഫിഗർ നമ്പർ 4aയിൽ കാണുന്ന രീതിയിലായിരിക്കും വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിന്റെ സ്കെയിലിൽ ഫ്രീക്വൻസി മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലാണ് ഒരു വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ നമ്മൾ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിന് മുന്നിൽ വരിയായി വെച്ചിരിക്കുന്ന റീഡുകളിൽ ഒരു റീഡ് മാക്സിമം വൈബ്രേറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ മാക്സിമം വൈബ്രേറ്റ് ചെയ്യുന്ന റീഡിന് നേരെ സ്കെയിലിൽ എഴുതിയിരിക്കുന്ന ഫ്രീക്വൻസി എത്രയാണോ അതായിരിക്കും സപ്ലൈയുടെ ഫ്രീക്വൻസി. നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. ആദ്യം നമുക്ക് ഈ ഇൻസ്ട്രുമെന്റിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഇൻസ്ട്രുമെന്റിന്റെ ഇൻഡിക്കേഷനിൽ സപ്ലൈ വേവ് ഫോമിന്റെ ഷേപ്പിൽ ഉണ്ടാകുന്ന വേരിയേഷൻ മൂലം എറർ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. കൂടാതെ അപ്ലൈഡ് വോൾട്ടേജിന്റെ വാല്യൂ ഒരു പരിധി വരെ കുറഞ്ഞാലും ഇൻഡിക്കേഷനിൽ എറർ വരുന്നില്ല. എന്നാൽ അപ്ലൈഡ് വോൾട്ടേജ് വളരെ അധികം കുറഞ്ഞാൽ റീഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാല്യൂവിൽ എറർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മുകളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒരു വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിന്റെ അഡ്വാൻറ്റേജസ് ആയി നമുക്ക് പറയാവുന്നത്. അടുത്തതായി ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിഗർ 4aയിൽ നിന്നും നമുക്കറിയാം
ഫ്രീക്വൻസിയുടെ രണ്ട് വാല്യൂസ് തമ്മിലുള്ള വ്യത്യാസം 0.5 ഹെർട്സ് ആണെന്ന്. ആയതിനാൽ ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് 0.5 ഹെർട്സിനും താഴെ വ്യത്യാസം വരുന്ന രീതിയിലുള്ള ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ സാധ്യമല്ല. കൂടാതെ ഈ ഇൻസ്ട്രുമെന്റിന്റെ ആക്യുറസി മെറ്റാലിക് റീഡുകളുടെ പ്രോപ്പർ ട്യൂണിങ്ങുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഓരോ മെറ്റാലിക് റീഡിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി കൃത്യമായി ട്യൂൺ ചെയ്തിരിക്കണം. അല്ലാത്ത അവസ്ഥയിൽ ഇൻസ്ട്രുമെന്റ് റീഡിങ്ങിൽ എറർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പ് അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഉള്ളത്. അടുത്തതായി നമുക്ക് ഇലക്ട്രിക്കൽ റെസൊണൻസ് ഓർ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിനെ കുറിച്ച് പഠിക്കാം. ആദ്യമായി ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ചിത്രത്തിൽ കാണിച്ച പോലെ ഈ ഇൻസ്ട്രുമെന്റിൽ രണ്ട് ഫിക്സഡ് കോയിലുകളും ഒരു മൂവിംഗ് കോയിലും ഉണ്ടാകും. ഫിക്സഡ് കോയിൽ 1, ഇൻഡക്ടർ L1, കപ്പാസിറ്റർ C1 എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു റെസൊണൻസ് സർക്യൂട്ടിലൂടെയാണ് സപ്ലൈ മെയിൻസുമായി കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഫിക്സഡ് കോയിൽ 2, ഇൻഡക്ടർ L2, കപ്പാസിറ്റർ C2 എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു റെസൊണൻസ് സർക്യൂട്ടിലൂടെയുമാണ് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫിക്സഡ് കോയിൽ 1ന്റെയും 2ന്റെയും റെസൊണൻസ് സർക്യൂട്ടുകൾ വ്യത്യസ്ത ഫ്രീക്വൻസി വാല്യൂവിലായിരിക്കും ട്യൂൺ ചെയ്തിരിക്കുന്നത്. സാധാരണയായി ഫിക്സഡ് കോയിൽ 1ന്റെ റെസൊണൻസ് ഫ്രീക്വൻസി 50 ഹെർട്സിനേക്കാൾ കുറവും ഫിക്സഡ് കോയിൽ 2ന്റെ റെസൊണൻസ് ഫ്രീക്വൻസി 50 ഹെർട്സിനേക്കാൾ കൂടുതലുമായിരിക്കും. ഇൻസ്ട്രുമെന്റിന്റെ മൂവിംഗ് കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വെക്ടർ സം ഓഫ് I1 ആൻഡ് I2 ആയിരിക്കും. I1 എന്ന് പറയുന്നത് ഫിക്സഡ് കോയിൽ 1ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും I2 എന്ന് പറയുന്നത് ഫിക്സഡ് കോയിൽ 2ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടുമാണ്. I1ഉം I2ഉം ഏതാണെന്ന് ചിത്രത്തിൽ നോക്കി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക്കൽ റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് വൺ, വർക്കിംഗ് ഓഫ് ഇലക്ട്രിക്കൽ റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. ഈ ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ നമുക്ക് ഫ്രീക്വൻസി മെഷർ ചെയ്യേണ്ട സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ മെഷർ ചെയ്യേണ്ട ഫ്രീക്വൻസിയുടെ വാല്യൂവിനനുസരിച്ച് ഇൻസ്ട്രുമെന്റിന്റെ ഫിക്സഡ് കോയിലിലൂടെ ഔട്ട് ഓഫ് ഫേസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഉദാഹരണമായി നമ്മൾ ഇൻസ്ട്രുമെന്റ് കണക്ട് ചെയ്ത സപ്ലൈയുടെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെന്ന് കരുതുക. ഈ കണ്ടീഷനിൽ ഫിക്സഡ് കോയിൽ 1ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ലാഗിംഗ് കറണ്ടും ഫിക്സഡ് കോയിൽ 2ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ലീഡിംഗ് കറണ്ടും ആയിരിക്കും. കൂടാതെ ഈ രണ്ട് കറണ്ടുകളുടെയും മാഗ്നിറ്റ്യൂഡ് തുല്യമായിരിക്കുകയും എന്നാൽ ഈ രണ്ട് കറണ്ടുകളും ഓപ്പോസിറ്റ് ഫേസസ് ആയിരിക്കുകയും ചെയ്യും. ആയതിനാൽ ഈ രണ്ട് കറണ്ടുകളും പരസ്പരം ക്യാൻസൽ ആവുകയും മൂവിംഗ് കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0 ആവുകയും മൂവിംഗ് കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് 0 ആവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ടോർക്ക് 0 ആകുന്നതിനാൽ പോയിന്റർ സെന്റർ പൊസിഷനിൽ തന്നെ നിൽക്കുകയും ഈ പൊസിഷനിൽ ഡയലിൽ 50 ഹെർട്സ് ഫ്രീക്വൻസി മാർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഫ്രീക്വൻസി 50 ഹെർട്സിനേക്കാളും കുറവാകുന്ന സാഹചര്യത്തിൽ ഫിക്സഡ് കോയിൽ 1ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ സ്വാധീനം മൂലം പോയിന്ററിന്റെ മൂവ്മെന്റ് ലോവർ ഫ്രീക്വൻസി സൈഡിലേക്കും ഫ്രീക്വൻസി 50 ഹെർട്സിനേക്കാളും കൂടുതലാകുന്ന സാഹചര്യത്തിൽ ഫിക്സഡ് കോയിൽ 2ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ സ്വാധീനം മൂലം പോയിന്റർ ഹയർ ഫ്രീക്വൻസി സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ ഒരു രീതിയിലാണ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ വർക്ക് ചെയ്യുന്നത്. അവസാനമായി നമുക്ക് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അഡ്വാൻറ്റേജസ്. ഏതാണ്ട് 90 ഡിഗ്രി വരെ ഇൻസ്ട്രുമെന്റിന്റെ സ്കെയിൽ സ്പ്രെഡ് ചെയ്യുന്നതിനാൽ പവർ ഫ്രീക്വൻസി മെഷർമെന്റിന് ഈ ഒരു ടൈപ്പ് ഇൻസ്ട്രുമെന്റ് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. എന്നാൽ ഇൻസ്ട്രുമെന്റിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂവിനെ ആശ്രയിച്ച് ഇൻസ്ട്രുമെന്റിന്റെ ഫ്രീക്വൻസി റേഞ്ച് ലിമിറ്റഡ് ആണ്. അതായത് നമുക്കറിയാം, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഫിക്സഡ് കോയിൽ 1ലും ഫിക്സഡ് കോയിൽ 2ന്റെയും സർക്യൂട്ടിൽ
കപ്പാസിറ്ററും ഇൻഡക്ടറും ചേർന്ന ട്യൂണിംഗ് സർക്യൂട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂവിനെ അനുസരിച്ച് ഈ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ ഫ്രീക്വൻസി റേഞ്ച് ലിമിറ്റഡ് ആണ്. ഇതാണ് ഈ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രസന്റേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വരും പ്രസന്റേഷനുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് പ്രസന്റേഷൻ. ബൈ.